ഞാൻ ഉദ്ദേശിക്കുന്ന സാധനമാണോ? ഇവരെ ഞാൻ എവിടെയോ എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച. ഇതാണ് ഞാൻ ദേവുടെ ഷട്ടിൽ എടുക്കാറ്. പിന്നെ ജസ്റ്റ് ബോയ്സ് തിങ്സ്. ഹലോ ഞാൻ ഇവിടെ എത്തിട്ടോ. എവിടെ? ഓങ്ങല്ലൂര്. ഓങ്ങല്ലൂരാ? സൈക്കിളേറ്റോ? എന്നിട്ട് വാട്ടണക്കാൻ തരാട്ടോട് ചെങ്ങിനോട് കാർക്കാടുക്കെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ അല്ലേ? ഇപ്പോഴും വേറ്റോ ഇപ്പോഴും വേറ്റൊക്കെ കാണിച്ചറിയാം. ഇവിടെ നേരെ കൂലത്രേ. ഞാൻ മറ്റേ ഇതിന് കുറച്ചപ്പുറത്ത് കടന്നു, അങ്ങോട്ട് പോട്ടെ. കുറച്ചപ്പുറത്ത് എവിടെ? പട്ടാമ്പി. ഇത് പാലക്കാടാണോ ശരിക്കും? വാട്ടണക്കാൻ തരാ. സത്യമല്ലേ? പണ്ടൊക്കെ അടുത്ത ജനിസം വരെ പോയിട്ടാന്ന് പറഞ്ഞ അണ്ണാ. ഇത് എന്റെ സെക്കൻഡ് കാർ ആനിമേഷൻ ആണ്. ബട്ട് ഇറ്റ് നോട്ട് പെർഫെക്റ്റ്. ഫസ്റ്റ് ആനിമേഷൻ തീരെ കൊള്ളില്ല. അവൻ തന്നെ പറഞ്ഞു. കുറ്റസംഭവം നടത്തിയേ. മലപ്പുറം ആണത്. മോശനാണ്. മേടത്ത് അൺറിയൽ എഞ്ചിൻ. അത്രയ്ക്ക് മുമ്പൂടെ പോടാ. മോശമൊന്നുമല്ല, നല്ലതാണടാ. നീ കുറച്ച് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് അടിപൊളിയാവൂടാ, കിടലമായിട്ട് വരും. അത്രയ്ക്ക് മോശമൊന്നുമല്ല. സിസ്റ്റർ, എനിക്ക് കുട്ടികളില്ല. അപ്പൊ ഒരു കുട്ടി എടുത്തെടുത്താലോ? സുമേഷ് കുട്ടു, വയസ്സ് 24. എത്ര വയസ്സുള്ള കുട്ടിയാണ് സാർ ദത്തെടുക്കാൻ പോകുന്നത്? 18 വയസ്സുള്ള പെൺകുട്ടി. 17,000 മതി കിട്ടും. സാറിന്റെ പൈസ എവിടെയാ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല. സത്യമായിട്ട് എനിക്കത് തമാശയായിട്ട് തോന്നിയില്ല. സത്യം. എന്ത് സായിബാബ തമ്പു നാളെ വലിയ ബർത്ത്ഡേ ആണെന്ന് വിഷ് ചെയ്യുകയും തമ്പുവല്ല അനന്തും മുത്തേ ഹാപ്പി ഡാൻസ് ഇങ്ങനല്ലല്ലോ സായിബിന്റെ അടുത്തൊന്നും കിട്ടണ്ടേത്. നീ ജനിക്കേണ്ടവനെ അല്ലെന്ന് പറയണമായിരുന്നു അല്ലേ? ഇതൊക്കെ ആരുടെ പടച്ചിടുന്നത്? ഇതൊക്കെ എന്നെ ഇറങ്ങിയതാ. സമയത്ത് ഇതിനകത്ത് ഞാൻ ഒരു കമന്റ് ഇട്ടതിന് 46,000 ലൈക്ക് എന്നുണ്ട് കോച്ച്. ഒരു കമന്റിന്റെ ലൈക്ക് എനിക്ക്. ഞാൻ ഇതിനകത്ത് വെറുതെ താറാവിന്റെ റിമോട്ട് ഞാൻ ഇങ്ങനെ ഇതിട്ട് കമന്റ് ഇട്ട് ആ കമന്റിന് 46K ലൈക്ക് എന്തോണ്ട്. അണ്ണ ഞാൻ ചെയ്ത ബാഹുബലി BGM കവറാണ് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ആക്കണേ. ഡോൾബി അറ്റ്മോസ്. What if this entry of Bahubali let's make it.
എന്റെ അമ്മ. നെവർ സ്കിപ്പ് ലോ ക്വാളിറ്റി വീഡിയോ. സത്യം. എന്റെ അമ്മ കിടിലം ബ്രോ, കിടിലം, ഒരു രക്ഷയില്ല. ഇത് നീ തന്നെയാണോ ശരിക്കും? ഒരു രക്ഷയില്ല. സെബാൻ മ്യൂസിക്കൽ ഒഫീഷ്യൽ, അടിപൊളി. എലോൺ മസ്ക് is now officially the first trillionaire. What he could actually buy. officially the first trillionaire in history. And with that level of money, this is what he could buy. He could buy every single NFL team, every NBA team, and every Premier League team, and still have money left to build his own league. He could purchase the entire Lamborghini car company more than 40 times. Not the car. എന്റെ ലംബോർഗിനി കമ്പനി 40 വട്ടം മേടിക്കാന്ന്. പ്രീമിയർ ലീഗ് ടീം ഫുൾ ടീമിന് ബൈ ചെയ്യാന്ന്. The company. He could buy every penthouse in Singapore, every villa in Miami, and still afford to build a new city just for fun. He could buy the Mona Lisa, the Sistine Chapel ceiling, and every artwork in the Louvre Museum combined, and it would still be less than 2% of his net worth. He could give $100,000 to every person in Denmark, and he would still be a billionaire. നാളെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാ തീരുമെന്നുള്ളൂ. എടാ, നമ്മൾ ഈ പൈസ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ പറയും മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണല്ല ഉള്ളൂ എല്ലാവർക്കും. മരിക്കുന്നതിന്റെ തലേന്ന് വരെ റിച്ച് ആയിട്ട് ജീവിക്കണം, അതിലാ കഴിവ്. മരിച്ചു കഴിഞ്ഞാൽ എല്ലാരും ഒരേ കുഴിയിലോട്ടൊക്കെ തന്നെയാണ് പോണത്. അതിന്റെ തലേന്ന് വരെ പിന്നെ തെണ്ടിക്കൊണ്ട് നടക്കണോ? അതൊക്കെ വെറും മടിയന്മാരുടെ എക്സ്ക്യൂസസാ. Could buy 1,000 Koenigsegg Jesko Absolutes, crash half of them, and not even notice. And if he wanted, he could fund a mission to Mars, build the first private city in space, and name the planet after himself. എന്റെ അമ്മ, എനിക്കിതൊന്നും ആലോചിക്കാൻ പോലും വയ്യ. അവിടെ എത്തു ചേട്ടാ, കുഴപ്പമില്ല. ആര്, നമ്മളോ? പിന്നെ എയർല് മാർസില പോയിട്ട് പക്ഷെ ഞാൻ എത്തിയില്ലെങ്കിലും നമ്മുടെ ലൈവ് കാണുന്ന 10,656 പേരും എത്തും. അവിടെ എത്തും ഉറപ്പായിട്ടും. നിങ്ങളെല്ലാം നല്ല എലോൺ മസ്ക് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത ലെവലിൽ നിങ്ങളെല്ലാരും എത്തും. പിന്നെ അല്ലാതെ ചായയെല്ലാം കുടിച്ച്. ഹലോ ഗൈസ്, വയനാട് ലേ പുലി കുപ്പിയുമായി ടച്ചിങ്സ് നടന്നു വരുന്നു. നല്ല മഴ, നല്ല ആൽക്കബോളിക് വെതർ. അപ്പൊ 2 അടിക്കണമെന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമില്ല. ലാസ്റ്റ് ഞങ്ങളൊരു വീട് കണ്ടു. അപ്പൊ നാട്ടുകാര് പഞ്ഞിക്കിടാവോ 2 അടിക്കാൻ വേറെ സ്ഥലമില്ലാത്ത കാരണമാണ് പറയാനുള്ളത്. പുതിയ പണി തീരാത്തൊരു വീട് കണ്ടോ, നോക്കി നോക്കാം. ഉള്ളിലാകെ ഉണ്ടാവോ? ചേട്ടാ, 2 അടിക്കാൻ വേണ്ടി ചേട്ടാ, ഇതുണ്ടോ ചേട്ടാ? ചേട്ടാ ഇത് ശരിക്കുള്ള വീഡിയോ ആണോ? ആയിരിക്കൂല, ഇത് എഡിറ്റ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്താടാ എന്റെ അമ്മ. ജിംനാസ്റ്റിക് ആയിരിക്കും. കുനിഞ്ഞിട്ടേ ഒരു താഴെ ഒരു വെള്ളം എടുക്കുമ്പോ നടുവേദന. അവന് 2 ദിവസം ലൈവില്ല. എനിക്കിതൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ പ്രശ്നമായിട്ട് എനിക്ക് പറ്റില്ല. അത് കണ്ടിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വണ്ടിച്ച് കളിച്ചു എന്റെ വീടിന്റെ മുറ്റത്തേട്ടാ. ഇവനൊക്കെ ഡീമിന്റെ കാലിന്റെ അടി കൂടെ ബോൾ പോയാൽ അവന് കുനിയാൻ പറ്റില്ല. അവന്റെ നടു ലോക്ക്ഡാ. ഇവരൊക്കെ കെവിൻ എന്നൊക്കെ പറഞ്ഞാ കെവിൻ ഇങ്ങനെ എടുക്കുള്ളൂ, ഇങ്ങനെ കൈ താഴോട്ട് ഇങ്ങനെ ആക്കും. അത് എവിടെ വരെ എത്തുമോ അവിടെ വരെ അവനെ അറിയത്തില്ല. മനുഷ്യന് നട്ടല് വളയും അങ്ങനത്തെ ഒരു സംഭവം കെവിൻ അറിഞ്ഞൂടാ. കെവിൻ സത്യമായിട്ട് അറിഞ്ഞൂടാ.
മനുഷ്യന്റെ നട്ടല് വളയും കുനിയാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനം അവൻ അറിഞ്ഞൂടാ. അവൻ നേരെ തന്നെ ചെയ്യുള്ളില്ല. ദേഹം അനങ്ങാത്ത പട്ടി. ബാറ്റ് ചെയ്യാൻ ക്രിസ്മസ് ഈസ് കമ്മിങ്. അടുത്ത ക്രിസ്മസ് ആയടാ, അടുത്ത ക്രിസ്മസ്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു 27 ദിവസം കൂടെ കഴിഞ്ഞ ഒരു വർഷവും കൂടെ കഴിഞ്ഞ്. എത്ര പെട്ടെന്നാ കഴിഞ്ഞ്. മുഹമ്മദ് അലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് എന്റെ ആളിയത് കണ്ട്. മുഹമ്മദ് അലിന്റെ പേരക്കുട്ടിയാവോൻ ആമിർ. സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിർ അലീനെ പൂട്ടാൻ. അപ്പ കാണാം നമ്പറം പള്ളിയിലെ ഉറൂസ്. കൊള്ളാലേ. എന്റെ അമ്മോ. ആ ആദ്യം കണ്ടിട്ടുണ്ട്, മാർക്കോടെ കണ്ടിട്ടുണ്ട് ഇവര് ചെയ്തേ. എന്ത് രസമായിട്ടാ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. എന്തോരം അവര് കണ്ട് ഇത് ചെയ്തിട്ടായിരിക്കും അങ്ങനെ സെറ്റ് ചെയ്ത് ആലോചിച്ച് നോക്കല്ലേ. നടുപ്പൻ எனினும் பொழிவாள் நிரந்தர பேர் புகழ் சில கண்களுக்கோ இதுவோ பேய்கள் நாடக விளையாட்டில் மேல் என கீழ் என நீ என நான் என இருமுகம் விருப்பம் வெறுப்பம் மனதில் போர்க்களம் ரசிகர் ராஜ்யம் பெருகும் என் ஆணவம் என் சக்தி அடியே கந்தா മൂക്ക് നോക്കി. ഒരേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എടാ ഈ പടവേ ബ്ലാക്ക് ആൻഡ് വൈറ്റാ. അതിലെ ഫോട്ടോ എടുത്ത് ഈ പടം ശരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അപ്പൊ ഈ ഫ്രെയിം കാണുന്ന പടം കണ്ടവർക്കറിയാം ഈ ഫ്രെയിം എന്താണെന്ന്. എന്താ ചെയ്തു വെച്ചിരിക്കണേ. എന്റെ അമ്മോ. നിങ്ങൾക്ക് ബ്രോ ഒരു രക്ഷയില്ല. കിടിലം അനു, ആർട്ടിസ്റ്റ് പ്രണവ് അനു ബ്രോ, കിടിലം കിടിലം കിടിലം.